ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു സിനിമയ്ക്ക് പോയി. ഞങ്ങൾ കുറേ വിചാരിക്കണം ഫാമിലി ആയിട്ട് പുറത്തേക്കൊക്കെ പോയിട്ടൊരു സിനിമ കാണാമെന്ന്. അപ്പം പിന്നെ ഇവർക്ക് എന്തായാലും കോമഡി പടം ഇഷ്ടമുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്ന് സെലക്ട് ചെയ്ത സിനിമയാണ് ഗർ. പേരൊക്കെ കൊള്ളാമല്ലേ. ഒരു സിംഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവന്ന സിനിമയാണ്. പൊതുവെ അനിമൽസിനൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവന്ന സിനിമ വിജയിക്കാറുണ്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സുരാജും ചാക്കോച്ചനും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കോമഡിയൊക്കെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു പോരായ്മയായിട്ട് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റ് ഒരു എൻഗേജിങ് ആയിരുന്നില്ല, നമുക്ക് കുറേയൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പിന്നെ അവർ നടന്ന സംഭവം എന്നാണ് പറയണത്. അപ്പോൾ എന്തോ വലുതായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. പിന്നെ അവസാനമൊക്കെ ഒരു അവിയൽ വരുവാക്കിയ പോലെ തോന്നി. എനിക്ക് ഗുരുവായൂർ അമ്പലനടയിലും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടാവും. അപ്പോൾ കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അനഘ ഉണ്ട്, ശ്രുതി രാമചന്ദ്രനുണ്ട്. ശ്രുതി അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ടോട്ടലി തോന്നി.